വളരെ കൃത്യമല്ലേ കാര്യം? എന്നിട്ട് അതിന്റെ പേരിൽ ആഘോഷം നടത്തി ആ മണ്ടനായ മജീദൊക്കെ ഓനക്കെട്ട് ഇര കിട്ടിയാൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. അത് പേരോടന്റെ ശിഷ്യന്മാരാണ്. സിറാജുലുദയെ വിളിച്ചിട്ട് പ്രത്യേകം ഇജാസത്ത് കൊടുത്താണ്. അതിന് ഒരു രണ്ടാളുള്ളപ്പോൾ കാര്യമായിട്ടുണ്ടായാലേ ഒന്നൊരു മുട്ടിയും വേറെ മണ്ടനും. എന്താണ് പാണ്ഡ സമയത്ത് ഇങ്ങനെയൊക്കെ ബേജാറായാലോ? നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് സമയം കാണണമെന്നില്ല. നമ്മളെ ജോലിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചെറിയൊരു സമയം കിട്ടിയാൽ അപ്പോൾ 2-3 വോയിസ് ഗ്രൂപ്പിലാണ് വിടും. സീഗ സക്കാഫി അതുപോലെ തന്നെ മൂപ്പര ദർസിൻ്റെയും പള്ളിയിലുള്ള ജമാഅത്ത് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു കുറഞ്ഞ സമയം ഒഴിവിട്ടുമ്പം മൂപ്പർ 2-3 വോയിസ് വിടും. അത് എന്നും വിടുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഇത്ര ബേജാറായി. നേരം പോലത്തെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചരട്ടിയും നൂലും ഒക്കെ കൂടി എടുത്ത് കവലകൾക്ക് പോയി വൈകുന്നേരം ഈ 3 പോയി ആർക്കും കൂടി ഉണ്ടാക്കണമെന്ന് ആലോചിക്കാണ്. നമ്മൾ ആലിമീങ്ങളെ ദീർഘദൃഷ്ടി എത്രയാണ്? ഈ ഏവാമാരെ ഇതിൽ നിന്നാണ് പുറത്താക്കിയ ഇവരാരും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇവരിങ്ങനെ ഈ ചട്ടിപ്പാത്രം കൊണ്ട് കവലകളിൽ പോയിട്ട് ഇങ്ങനെ ആർക്കും കൂടി ഉണ്ടാക്കും. ആരും മെയിൻറ്റെയിൻ ചെയ്യണേ? നമ്മൾ തന്നെ ഇപ്പൊ ദീക്ക് വിഷയത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസം സുന്നി വോയിസ് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരോ ഒരു ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് അപ്പൊ അതിൽ അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സംബന്ധിച്ച് വളരെ നീചമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സംഭവം. അത് കിതാബിലെ വിഭാഗത്ത് കട്ടുവായിച്ചാണ്ട് ശരീഅത്തിന് വിരുദ്ധമായത്. അവരെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കൾക്ക് ശരീഅത്തൊന്നുമില്ല, ഓലുങ്ങളെ ശരീഅത്തനുസരിച്ച് അവർ റമദാന്റെ പകലിൽ ഭക്ഷണമൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഭക്ഷണം കഴിച്ചു പറഞ്ഞാണ്ട് ഒരു വിഭാഗത്ത് വായിച്ചതാണ്. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് നോക്കുമ്പോൾ കിതാബ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നല്ലൊരു ഭാഗം കട്ടണം, കസദ റൊക്സത്ത ബിദാലിക കട്ടണം. അപ്പൊ നമ്മളെ പിടികൂടി. അങ്ങനെയാണ് നമ്മൾ തന്നെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത്. വേറെ ആരും ഇല്ല ഇനി. അന്ന് നമ്മൾ ഒറ്റക്കുള്ളൂ. ഇപ്പോഴാരെങ്കിലും നമ്മൾ ആലിമീങ്ങൾ ആരെങ്കിലും വേണ്ടി ചെയ്യുന്നുണ്ട്? ആർക്കതിനൊക്കെ ഒഴിവ്? നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാർ ആയതായി ക്ലിപ്പ് ആരെങ്കിലും ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടുമ്പോൾ അത് നോക്കിയിട്ട് നമ്മളതിന് മറുപടി പറയാന്നല്ല. അത് ആരെങ്കിലും ഇതിന് മെനക്കെട്ടുണ്ടോ? അത് നമ്മളെ ജോലിന്റെ ഇടയിൽ. ഇതല്ല ഇതിറ്റേക്ക് ഈ പിന്നെ ഒരു 5-8 10-11 ഉണ്ട്. ടേക്ക് നേരം കൊടുത്ത അതാ പരിപാടി. ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കവലകളിൽ. വേറെ പണിയെത്തില്ല. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ റോക്കറ്റ് വിടാൻ വേണ്ടി പോവാം. അണ്ടോണേന്ന് ആട്ടി ഓടിച്ച വിഷയം ഇപ്പോൾ ഇട്ടേക്ക് മറക്കാൻ കഴിയണില്ല. അതിങ്ങനെ ആലോചിക്കുമ്പോൾ നെട്ടി ഉണരുകയാണെന്ന് പറഞ്ഞു. ഉറക്കത്തിലൊന്നും ശരിക്കും ഇങ്ങോട്ട് ഉറങ്ങാൻ കഴിയണില്ല. ആണ്ട് കണ്ണും പോയിക്കിന് ഈ ആട്ടി ഓടിക്കപ്പെട്ട ആ സംഭവം കൊണ്ട് മനസ്സിലേക്ക് വരിക. മറക്കാൻ കഴിയണില്ല. എന്താ ചെയ്യുക? ഈ സുലൈമാന്റെയും കോമാണ്ടിയും ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചൊരു കളിയാണത്. ആ കോമാണ്ടിന്റെ തന്തന വരെ ഇതിൽ ബലിയാടാക്കി. അപ്പോൾ നമുക്ക് അത് കാണുമ്പോൾ വലിയ സങ്കടം. ഇപ്പൊ ഇന്നിപ്പോ കൊയിലാണ്ടിന്ന് തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞത്. അണ്ടോണേ ഞങ്ങളെ പായിപ്പിച്ചോ, അണ്ടോണേ ഞങ്ങളെ പായിപ്പിച്ചോ, നിങ്ങളെ ഗുണ്ടായുസാണ്, അതാണ് ഇതാണ്. എന്ത് കഷ്ടം! എന്താ ചെയ്യുക? എന്നിട്ട് പറയുന്നത് ഇതിനൊക്കെ നിർദ്ദേശം തരുന്നത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണെന്നാണ് കോളാമ്പി പറഞ്ഞിന്. അപ്പൊ അതിന്റെ രേഖ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, എവിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു എവിടെ ചങ്ങ ആ രേഖ ഒന്ന് ഹാജരാക്കുന്ന പറഞ്ഞപ്പം ഇന്ന് കൊയിലാണ്ടി എന്ന് പറഞ്ഞൊന്ന് കേട്ടിരിക്കുകയാണ്. പാവം സാധു, എന്താ ചെയ്യുക? പ്രകാരം ഇറങ്ങി. അതൊന്നും വെറുതെ പറഞ്ഞതല്ല, രേഖ ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ ചോദിക്കുക, ഞങ്ങളെ ഉസ്താദ് നിർദ്ദേശം നൽകിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നതിന് അല്ല. നിങ്ങളെ ഉസ്താദ് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോരായ്മയാണോ പൊള്ള്? ഒന്നുകിൽ ചെയ്ത പണി അതിന് പറ്റാത്തതാകണം, അല്ലെങ്കിൽ ഇയാള് നിർദ്ദേശം ചെയ്യാൻ പറ്റാത്തതാകണം. എന്നോട് ഞങ്ങൾ ചോദിച്ച ഇജ്ജ് ഒറ്റ തന്തൊക്കെ പറഞ്ഞവരാണെങ്കിൽ, കുഞ്ഞാമിന്റെ ഭാഷ ഉണ്ട്, എന്റെ ഭാഷ അല്ല. എനിക്ക് വീട്ടിൽ ചെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു തന്ത ഉണ്ടെങ്കിൽ, ഇനി കുഞ്ഞാമ എന്തൊക്കെ അതിനെ കൂട്ടി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ആ രേഖ ഹാജരാക്കടോ. എന്താ ഇന്ന് അതും ഹാജരാക്കിയിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ നിർദ്ദേശം തന്നോ എന്നതിന്റെ രേഖ ഉണ്ട്, എവിഡൻസ് ഉണ്ട് എന്നല്ലേ. അത് വിടാൻ ഇജ് ആൺകുട്ടിയാണെങ്കിൽ വിടടാ. ഇജ് കോമാണ്ടിന്റെയും സുലൈമാണ്ടിന്റെയും നിർദ്ദേശത്തിൽ പറഞ്ഞ ആളാണെങ്കിൽ വിടടാ. അതൊക്കെ എന്താ അതിനെ പറ്റി മിണ്ടാത്ത? ഞങ്ങൾക്ക് ഞങ്ങളുടെ മഹാന്മാരായ മശായിഖന്മാരെ നിർദ്ദേശം ഉണ്ടാകും. ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഞങ്ങൾ ചെയ്യും. പക്ഷെ ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട് എന്നാണല്ലോ ഇജ് പറഞ്ഞത്. അത് വിടാനാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടോ കിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ. ഈജിപ്പോ എന്റെ കയ്യിൽ അതിന്റെ എവിഡൻസ് ഉണ്ട്, രേഖ ഉണ്ട് എന്നല്ലേ. അത് വിടുന്ന്. എന്താ ഞാൻ വിടാത്ത? സുനീർ റോക്കറ്റ് വിട്ട മാരത്തെ വിടലാണ് വിടണ്ട. അത് ആകെ അസലാണ്. തൽക്കാലം അതിനെ സംബന്ധിച്ച് എന്റെ കോമാണ്ടിനോടൊന്ന് പറഞ്ഞാണ്ട് ഒന്ന് നേരാക്കി കൊടുക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ വീണ്ടും കോളാമ്പി ഞങ്ങൾ വെല്ലുവിളിക്കുക. ഇനിയിപ്പോ കോളാമ്പി അനക്കിത് നിർദ്ദേശം തന്നെ സുലൈമാണ്ടിയും മറ്റേ കോമാണ്ടിയാണല്ലോ, ഓലെ തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുക. ആ എവിഡൻസ് ഒന്ന് വിടുവോ? ആ രേഖ ഒന്ന് വിടുവോ? ആരോടാ അത് പറഞ്ഞത്? സ്റ്റേജിമേ കയറി പച്ച നോണ വിളിച്ചു പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മശായിഖന്മാർ ബഹുമാനപ്പെട്ട ശൈഖുന റയീസുൽ ഉലമ ഉസ്താദ് അവർകൾ എനിക്ക് എല്ലാത്തിനും നിർദ്ദേശം തന്നിട്ടുണ്ട്, എല്ലാത്തിനും സമ്മതം തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഉസ്താദിന്റെ പൊരുത്തുള്ള ശിഷ്യന്മാരല്ലേ. കോളാമ്പി അന്നെ പറ്റല്ലേ ഉണങ്ങിയ കൊമ്പാന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടല്ലേ. നല്ല ആശന്മാരുടെ കൂട്ടത്തിൽ അന്നെ പൊരുത്തില്ല എന്ന് പറഞ്ഞല്ലേ. പിന്നെ എന്താ എന്നോട് പറയാ? ഏതായാലും ഞാൻ എവിഡൻസ് ഒന്ന് വിട്, രേഖ ഒന്ന് വിട്, നമുക്ക് നോക്കാനെന്നിട്ട്. കേസ് കൊടുത്ത് ഞങ്ങളെ ചാനൽ പൂട്ടി, ഞങ്ങളെ ഉപദ്രവിച്ച്, ഭൗതികമായി ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളുടെ ഈ മുന്നേറ്റത്തെ തടയാമെന്നാണ് നിയൽവാദിയും കൂട്ടരും വിചാരിച്ചത് എങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഈ ഉലകത്തിൽ അത് നടക്കുകയില്ല.
തീർച്ചയായും പറ്റ എന്താ ചെയ്യാ? എന്ത് മുന്നേറ്റാണ് പോയി പറയണതാവും. 5, 8, 10, 11 ആൾക്കാർ എല്ലാ ദിവസവും നേരം വെളുത്താ കോളാമ്പി കൊണ്ടാണ് പായ. ഇതപ്പൊ മുന്നേറ്റം എന്ന് പറഞ്ഞത്. അതിന്റെ ഫായിദ എവിടെ? ഫായിദ ഉണ്ടെങ്കിൽ മുന്നേറ്റം ഓക്കെ മിയ. എവിടെ എവിടെ? ആ 2016, 2017 സദസ്സും ഇപ്പത്തെ എന്റെ സദസ്സും ഒന്ന് ആലോചിക്കുക. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പൊട്ടന്മാരായ കുഞ്ഞാടുകൾ കുറച്ചെണ്ണം ഐറ്റങ്ങൾ തന്നെ കുടുങ്ങിയിട്ടിരിക്കുക. കാരണം പേരും പറമ്പും സ്വർണ്ണവും ഒക്കെ പണയം വെച്ചുകൊണ്ട് ഈ കോമാണ്ടിന്റെ അടുത്ത് കൊണ്ടുവച്ചിക്കണേ. ഇനി അതുകൊണ്ട് കിട്ടി പോരണമെങ്കിൽ എങ്ങനെയാ അവിടെ അള്ളി പിടിച്ച് നിൽക്കണ്ടേ? അത് കിട്ടും നമ്മൾ മെശേഖന്മാർ ഇടപെടുന്നുണ്ട് കിട്ടും എന്ന് പറയാനല്ലാതെ ഐറ്റങ്ങൾക്ക് കിട്ടണില്ല. എന്നാ പിന്നെ ഇനിയിപ്പോ അതിനോട് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കിട്ടൂരല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ ഒപ്പം കൂടി നടക്കുകയാണ്. അല്ലാതെ ഒന്നുമല്ല. ഐറ്റങ്ങൾ ഇത് സഹിച്ച് കുത്തിരിക്കുക. എന്നാൽ തന്നെ കുത്തിരിക്കാണ്ട് ഞങ്ങൾ ഒക്കെ മൊബൈലുമേ കളിച്ച് കുത്തിരിക്കുക. ഒറ്റൊന്നും ഇത് കേൾക്കില്ല. ഒക്കെ മൊബൈൽ. അത് എന്നും തന്നെയല്ലേ പിന്നെ വായ വരുന്ന കോതൊക്കെ പാട്ട് പറഞ്ഞ മാതിരി ഈ കോളാമ്പി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. അപ്പറ്റേക്കും ഇത് സഹിക്കണില്ല. പക്ഷെ കുടുങ്ങിയിട്ട് ഇരുന്ന് കൊടുക്കുകയാണ്. ഇതപ്പോ ആ മുന്നേറ്റം ഔറ്റമോ ഈ മുന്നേറ്റം തടയാൻ കഴിയൂലാന്ന് ഒരു കള്ളക്കേസ് കൊടുക്കുക. പിണ്ണാക്ക് ചേമ്പ് പോണേ വരുന്നു. ആര് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ആലിമീങ്ങൾ എന്നല്ല, ഞങ്ങളെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളോ ആരെങ്കിലും ഇത് മെയിൻ ചെയ്യുന്നുണ്ടോ? എന്ത് കഷ്ടം. വെറുതെ ഒച്ചമൂലി നാട്ടുണ്ടാക്കാന്നല്ലാതെ പാവം ആ അണ്ടോണേന്ന് ആട്ടി വിട്ട ക്ഷീണപ്പുറം മൂത്തുണ്ടോണ്.